മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ സുദീർഘമായി വിവരിക്കേണ്ട ഒരു ചെറിയ വിഷയത്തെക്കുറിച്ചാണ് ഏതാനും വരികൾ കൊണ്ട് ഞാൻ ഇന്ന് വിവരിക്കുന്നത്. ചിന്തിക്കാനും വിചാരത്തോടുകൂടി മനസ്സിലാക്കാനും അത് നമ്മുടെ രാഷ്ട്രത്തിൽ തിന്മയിലൂടെ നിലനിർത്താതെ നന്മയിലൂടെ തിരുത്താനും വേണ്ടി മാത്രമാണ് ഈ ഒരു സന്ദേശം നൽകുന്നത്. 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റേത്. ആർക്കിയോളജിക്കൽ എവിഡൻസ് അനുസരിച്ച് മോഹൻജോദാരോ, ചിഞ്ചുദാരോ, ഭഗവാൻപുര, മെഹർഗർ തുടങ്ങിയ 980ഓളം സൈറ്റുകളിൽ നടത്തിയ ആർക്കിയോളജിക്കൽ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് 10,000 വർഷത്തെ പാരമ്പര്യമുള്ളൊരു സംസ്കാരമാണ് എന്ന് ഞാൻ പറഞ്ഞത്. മറ്റ് പല സംസ്കാരങ്ങളും ഉണ്ടായിരുന്നതെല്ലാം മണ്ണടിഞ്ഞു. ഈജിപ്ഷ്യൻ സംസ്കാരം, റോമാ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, മെസോപ്പൊട്ടേമിയൻ സംസ്കാരം എല്ലാം മണ്ണടിഞ്ഞു. ഭാരതീയ സംസ്കാരം മാത്രം നിലനിൽക്കുന്നു. ഈ ഭാരതീയ സംസ്കാരത്തെ പുറത്തു നിന്നുള്ളവരും അകത്തു നിന്നുള്ളവരും അസാധാരണമായിട്ട് അവഹേളിച്ചിരുന്നു. 650 വർഷത്തോളം ഭാരതത്തിൽ ഭരിച്ച വിദേശികളായ മുസ്ലിങ്ങൾ, മുഹമ്മദ് ഗസ്നി മുതൽക്ക് മുഗള സാമ്രാജ്യത്തിൻ്റെ അവസാനത്തെ രാജാവ് ചത്തതുവരെ ഈ മുസ്ലിങ്ങൾ വിദേശത്ത് നിന്ന് വന്ന രാജ്യത്തെ അടിച്ചമർത്തി നശിപ്പിക്കാവുന്നതെല്ലാം നശിപ്പിച്ച് കൊള്ളയടിച്ച് അവർ കൊണ്ടുപോയിരുന്നു. അന്നത്തെ ഭരണാധികാരികളെ കുറിച്ച് ഇന്നത്തെ മുസ്ലിങ്ങൾ വളരെ ഗംഭീരമായിട്ട് പ്രസംഗിക്കുന്ന നീചമായ കർമ്മവും നടക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ വന്ന ഡച്ചുകാരും പോർച്ചുഗീസുകാരും സ്പെയിൻകാരും ഫ്രഞ്ചുകാരും പിന്നീട് ഇംഗ്ലീഷുകാരും ഇവരെല്ലാം ക്രിസ്ത്യാനികളായിരുന്നു. അവരും ഭാരതത്തെ പരമാവധി ചൂഷണം ചെയ്ത് നശിപ്പിച്ച് 950 വർഷത്തെ വിദേശാക്രമണത്തിന് ശേഷവും ഭാരതം മരിച്ചില്ല. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി വരെ തികച്ചും വിദേശികളുടെ സംസ്കാരമുണ്ടായിരുന്ന പ്രധാനമന്ത്രി മുതൽക്ക് ഇന്നുവരെ മിക്കവാറും ആ പ്രധാനമന്ത്രിയുടെ കുടുംബമോ അല്ലെങ്കിൽ അതേ സംസ്കാരമുള്ളവരോ ആണ് ഭാരതം ഭരിച്ചിരുന്നത്. 5 ദിവസം ഭരിച്ചവരും 5 മാസം ഭരിച്ചവരും 5 വർഷം ഭരിച്ചവരും 55 വർഷം ഭരിച്ചവരും എല്ലാം ഭാരതീയമായ ഒന്നും മനസ്സിലാക്കിയിട്ടാണ് ഇത് ഭരിച്ചതെന്ന് തോന്നുന്നില്ല. ലോകത്തിലെ ഒരു പ്രധാനമന്ത്രിക്കും അവനവൻ്റെ രാജ്യത്തെ ഡിസ്കവർ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയ നെഹ്റുവിന് മാത്രമാണ് സ്വന്തം രാജ്യത്തെ ഡിസ്കവർ ചെയ്യേണ്ടി വന്നത്. മറ്റ് നാട്ടിലെ പ്രധാനമന്ത്രിമാർക്ക് അവനവൻ്റെ രാജ്യത്തെക്കുറിച്ച് അറിയാമായിരുന്നു. നിർഭാഗ്യവശാൽ ഇദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പല സ്ഥലത്തും പറയുന്നുണ്ട്, ഇൻ ഇന്ത്യ വി ഹാവ് ഗോട്ട് some philosophy and religion but we do not have any science and technology, we have to import that എന്ന്. ഈ നാടിൻ്റെ പൈതൃകത്തെക്കുറിച്ച് ഒന്നും അറിയാതിരുന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു എന്ന് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. ഏതായാലും അതവിടെ ഇരിക്കട്ടെ. ഇവരെല്ലാം അകത്തുള്ളവരും പുറത്തുള്ളവർക്കും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, ഭാരതീയ മനസ്സുകളിൽ അപകർഷതാബോധം ഉണ്ടാക്കുക. എന്തുകൊണ്ടെന്നാൽ മറ്റെല്ലാ സംസ്കാരങ്ങളും നശിച്ചു, ഈ സംസ്കാരം മാത്രം നശിച്ചില്ല. വിദേശികൾക്ക് ഈ സംസ്കാരത്തിൽ ആധിപത്യം സ്ഥാപിക്കാനും അവരുടെ കച്ചവട കേന്ദ്രമാക്കാനും ഭാരതീയരിൽ അപകർഷതാബോധം ഉണ്ടാക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു. നിർഭാഗ്യവശാൽ അവർ വേദത്തിനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തു, ചരിത്രത്തിനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തു, ഭാരതീയ പൈതൃകത്തെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു, അത് പാഠപുസ്തകങ്ങളിലാക്കി, അത് നമ്മളെ പഠിപ്പിച്ചു. ഇവിടെ ഉള്ള നന്മകളെ കണ്ണുകൊണ്ട് കണ്ടിട്ട് മനസ്സിലാക്കാൻ ഭാരതീയർക്ക് സാധിച്ചില്ല. വിദേശികളും വിദേശികളുടെ സ്വഭാവമുള്ള സ്വദേശികളും എഴുതിയതും പഠിപ്പിച്ചതും മാത്രമാണ് സത്യമെന്ന് ധരിച്ച് നമ്മൾ ജീവിക്കുന്നു. അടുത്ത കാലത്ത് പ്രശസ്തമായ ഒരു വിദ്യാലയത്തിൽ, ഭാരതീയ സംസ്കാരം പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയത്തിൽ കുറേ നേരം സംസാരിച്ചപ്പോൾ അതിൻ്റെ ഡയറക്ടർ, ലോകമെമ്പാടും വിദ്യാഭ്യാസ ശൃംഖലയുള്ള വിദ്യാലയത്തിൻ്റെ ഡയറക്ടർ,
സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം ആര്യൻ അധിനിവേശ സിദ്ധാന്തം, ആര്യൻ ഇൻവേഷൻ സിദ്ധാന്തത്തിനെ എതിർക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുമായിട്ടുള്ള ഡിസ്കഷനിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് എന്തോ സംസാരിച്ചപ്പോൾ വേദങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, ആര്യന്മാർ ഇവിടെ കൊണ്ടുവന്ന വേദം പ്രചരിപ്പിച്ചു, ഋഗ്വേദം ആദ്യം ഉണ്ടായി. അദ്ദേഹം തന്നെ 5 മിനിറ്റ് മുമ്പ് ആര്യൻ അധിനിവേശ സിദ്ധാന്തത്തെ എതിർത്ത ആളാണ്. അപ്പൊ ആര്യൻ അധിനിവേശം എന്നുള്ളത് നടന്നില്ല എന്ന് പറയുന്ന ആൾ 5 മിനിറ്റിന് ശേഷം വേദത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആര്യൻ ഇൻവേഷൻ തന്നെയാണ് അദ്ദേഹം എടുത്തത്. ഇങ്ങനെയുള്ള കുറേ ധാരണകൾ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു പോയിരിക്കുന്നു. അതിൽ ഏതാനും ഒരു 5-6 ഉദാഹരണങ്ങൾ മാത്രം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. 100 കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. എല്ലാം സവിസ്തരം വിവരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതിൽ ഒന്നാമത്തേത് തന്നെ ഇപ്പൊ പറഞ്ഞതാണ്. ആര്യന്മാർ ഭാരതത്തിലേക്ക് വന്നിട്ടില്ല എന്ന് പ്രഗത്ഭരായ എല്ലാവരും ആണയിട്ട് പറയുന്നു. ആട്ടിടയന്മാരായിട്ട് ഭാരതത്തിലേക്ക് വന്നവർക്ക് വേദവും ഇതുപോലെയുള്ള ബ്രാഹ്മണ ഗ്രന്ഥങ്ങളും ആരണ്യകങ്ങളും വേദാംഗങ്ങളും ഉപനിഷത്തുക്കളും എല്ലാം എഴുതാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതിഗഹനവും ലോകം മുഴുവൻ അംഗീകരിക്കുന്നതുമായ ഗ്രന്ഥങ്ങൾ ഇവിടേക്ക് വന്ന ആട്ടിടയന്മാരാണ് എഴുതിയതെന്ന് പറയുന്നത് എന്തൊരു അബദ്ധം. ആര്യൻ ഇൻവേഷൻ സിദ്ധാന്തം മെക്കോളെ പ്രഭുവും മാക്സ് മുള്ളറും ചേർന്നുണ്ടാക്കിയ കുക്ക്ഡ് കഥയാണ്. എന്തിനാ കഥ ഉണ്ടാക്കിയത്? ഇന്ത്യക്കാർ നേരത്തെ വന്നവരെ, ഞങ്ങൾ പിന്നീട് വന്നവരെ, അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഭാരതഭൂമിയിൽ തുല്യ അവകാശമാണ് എന്ന് വരുത്തി തീർക്കാൻ ഉണ്ടാക്കിയ കെട്ടുകഥയാണത്. അത് മാക്സ് മുള്ളർ തന്നെ പിന്നീട് നിരാകരിക്കുകയുണ്ടായി. പക്ഷെ അതാരും സ്വീകരിച്ചില്ല. അദ്ദേഹം ഉണ്ടാക്കിയ കെട്ടുകഥ എല്ലാവരും വിശ്വസിച്ചു. ഇന്ന് നമ്മുടെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നു. ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ കമ്മ്യൂണിസ്റ്റുകാരും റൊമേല താപ്പറിനെ പോലെയുള്ള ബുദ്ധിജീവികൾ എന്ന് പറയുന്ന മാനസിക രോഗികളും ഇതിനെ നിരന്തരം പ്രചരിപ്പിക്കുന്നു, നെഹ്റു ഉൾപ്പെടെ. അപ്പോൾ ഇല്ലാത്തൊരു ആര്യൻ അധിനിവേശ സിദ്ധാന്തം ഉണ്ടാക്കിയിട്ട് നമ്മുടെ തലയിൽ കെട്ടിവെച്ച് ഇന്നും അത് പഠിപ്പിച്ച് നമ്മളിൽ അപകർഷതാബോധം ഉണ്ടാക്കുന്നു. നമ്മൾ 4 ജാതികളായിട്ട് തിരിച്ചു. അതാണ് ഏറ്റവും മോശം എന്ന് പറയുന്നു. 1435 ജാതികളുണ്ട് ക്രിസ്ത്യാനികള്, 13 ജാതികളുണ്ട് മുസ്ലിങ്ങള്. പരസ്പരം കൊന്നും ചത്തും ചോര ചീന്തിയും ജീവിക്കുന്ന അവരുടെ തിന്മകളൊന്നും കാണാതെ ഭാരതത്തിലുള്ള 4 വർണ്ണങ്ങളെ ജാതികളെന്ന് തെറ്റായിട്ട് പ്രചരിപ്പിച്ചു. വർണ്ണം മുഴുവനും ജോലിയുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഡോക്ടർ, എഞ്ചിനീയർ എന്ന് പറയുന്നത് പോലെ വേദം പഠിച്ചവൻ ബ്രാഹ്മണകർമ്മം ചെയ്യുന്നവനെ ബ്രാഹ്മണനെന്നും, രാഷ്ട്രത്തെ സംരക്ഷിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്നവരെ ക്ഷത്രിയരെന്നും, കൃഷിയും കച്ചവടവും നടത്തുന്നവരെ വൈശ്യരെന്നും, ഇതിൽ കൂടാതെ സർവശില്പാണി മറ്റ് കർമ്മങ്ങൾ ചെയ്യുന്നവരെ ശൂദ്രരെന്നും പറഞ്ഞിരുന്നു. ഉത്തമം ച അധമം ച ഏതത് കർമ്മ ന വിദ്യതേ. ഇതിൽ ഒരു ജോലിയും ഉത്തമമെന്നോ അധമമെന്നോ ഇല്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭാരതത്തില് ഇംഗ്ലീഷുകാർ ഭരിക്കുന്നതിന് മുൻപ്, തൊട്ടു മുമ്പ് 1400ഓളം നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നതിൽ 760 പേരും ശൂദ്രന്മാരായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അതൊന്നും നമ്മൾ നോക്കിയില്ല. 4 ജാതിയെക്കുറിച്ച് ആക്രോശിച്ച് അതേപോലെ എല്ലാവരും അതിനെതിരെ വാദിച്ചു. നമ്മുടെ മനസ്സിലൊരു തെറ്റായ ധാരണ ആര്യൻ അധിനിവേശ സിദ്ധാന്തത്തെ പോലെ ഉണ്ടാക്കി. ഭാരതത്തിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല പറഞ്ഞു. ഭാരതത്തിൽ മാത്രം സ്ത്രീകൾ ഈശ്വര രൂപത്തിൽ ആരാധിക്കപ്പെടുന്നത്, ലക്ഷ്മി, സരസ്വതി, പാർവതി എന്ന രീതിയിൽ. ഭാരതത്തിൽ മാത്രമാണ് ഗംഗയെ, യമുനയെ, സരസ്വതിയെ, അതേപോലെയുള്ള നദികളെ മാതൃരൂപത്തിൽ ആരാധിച്ചിരുന്നത്. ഭാരതത്തെ തന്നെ ഭാരത മാതാവ് എന്ന രൂപത്തിൽ, പ്രകൃതിയെ പ്രകൃതി ദേവി എന്ന രൂപത്തിൽ. സ്ത്രീ ഇല്ലാത്ത പുരുഷ രൂപമില്ല. സ്ത്രീയുടെ പേരില പുരുഷൻ പോലും അറിഞ്ഞിരുന്നത്. സീത, രാമൻ, പാർവതി, വല്ലഭൻ, ലക്ഷ്മി, നാരായണൻ. സ്ത്രീയുടെ പേരിൽ പുരുഷന്മാർ പോലും അറിഞ്ഞിരുന്നത് ഭാരതത്തിലാണ്. എത്രയോ വിക്രമാദിത്യന്റെ കാലത്ത്, ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്ത് 41 സെക്രട്ടറിമാരുണ്ടായിരുന്നതിൽ 27 പേരും സ്ത്രീകളായിരുന്നു. അതൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മളിവിടെ സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് മനുസ്മൃതിയിൽ പറഞ്ഞതുകൊണ്ട് സ്ത്രീകളില്ലാതെ. ഇസ്ലാം മതത്തിൽ 4ഉം 5ഉം പെണ്ണുങ്ങളെ കെട്ടി തലാക്ക് ചൊല്ലിയിട്ട് അവരെ പ്രോസ്റ്റിറ്റ്യൂട്ട് ആക്കിയിട്ട് അനവധി ഭർത്താക്കന്മാർക്ക് ഉപയോഗിക്കാവുന്ന ഒരു മതത്തെ ആരും എതിരായിട്ട് പറഞ്ഞില്ല. ക്രിസ്തു മതത്തിൽ ഒറ്റ സ്ത്രീ പോലും പുരോഹിതനായിട്ടില്ല. കേരളത്തിൽ തന്നെ 88ഓളം ക്ഷേത്രങ്ങളിൽ സ്ത്രീകളെ പുരോഹിതന്മാരായിട്ടുണ്ട്, ശാന്തിക്കാരായിട്ടുണ്ട്, ഇഷ്ടംമാതിരി ക്ഷേത്രങ്ങളിൽ. ആലോചിച്ച് നോക്കാം. ഇതെല്ലാം നമ്മുടെ രാഷ്ട്രത്തിലെ പോസിറ്റീവിനെ തമസ്കരിക്കുക, മാർക്സിസ്റ്റുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ
തമസ്കരിക്കുകയാണ്. ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു ധർമ്മശാസ്ത്രമാണ് മാനവധർമ്മശാസ്ത്രം. അതിനെ വായിക്കാതെയാണ്, അതിലൊരു വരി പോലും വായിക്കാതെയാ KR ഗൗരിയെ പോലെ 94 വയസ്സായിട്ടുള്ളവര് അത് കത്തിച്ചു കളഞ്ഞത്. ആരുടെയോ കയ്യടി വാങ്ങിക്കാൻ വേണ്ടി നല്ല ഒരു ഗ്രന്ഥം വായിക്കുക പോലും ചെയ്യാതെ അതിനെ കത്തിച്ചു. ഞാൻ വെല്ലുവിളിക്കുന്നു, അതിനകത്ത് തിന്മ നിറഞ്ഞ ഒരെണ്ണം പോലും ഇല്ല, ഒരു വരി പോലും ഇല്ല. 2500 വർഷങ്ങൾക്ക് മുൻപ് ഇത്രയും ഗംഭീരമായിട്ട് എഴുതിയ മാനവ ധർമ്മശാസ്ത്രം ലോകത്തിലെ അനവധി സർവകലാശാലകളിലെ പഠന വിഷയമാണെന്ന് മാനിറ്റോബ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ് എടുക്കാൻ ഞാൻ പോയപ്പോൾ കണ്ടു. അവിടെ ഓഡിറ്റോറിയത്തിൻ്റെ ഏറ്റവും മുകളിൽ എഴുതി വെച്ചിരിക്കുന്നു, ആദ്യത്തെ നിയമനിർമ്മാതാവ് മനു എന്ന് പറഞ്ഞ. നമ്മുടെ മനസ്സിൽ ഇന്നുമുണ്ട് മനു എന്ന് പറഞ്ഞാൽ എന്തോ വളരെയധികം നെഗറ്റീവ് എഴുതിയ ഒരു വ്യക്തിയും ഒരു പുസ്തകവുമാണെന്ന്. പിതാ രക്ഷതി കൗമാരെ, അച്ഛൻ മകളെ രക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭർത്താ രക്ഷതി യൗവനെ, ഭർത്താവ് യൗവനത്തിൽ രക്ഷിക്കുന്നു. പുത്രോ രക്ഷതി വാർദ്ധക്യെ, ഒരമ്മയെ മക്കള് വാർദ്ധക്യത്തിൽ രക്ഷിക്കുന്നു. സ്ത്രീ സ്വതന്ത്രമർഹതി, സ്വയം ജോലിയെടുത്ത് വിധിയുടെ കീഴിൽ അനാഥയായിട്ട് ജീവിക്കേണ്ടി വരരുത് എന്ന നന്മ നിറഞ്ഞ വരിയെയാണ് നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്ത് മനുസ്മൃതിയെ അടച്ചാക്ഷേപിച്ചത്. അറിവില്ലായ്മ നിർഭാഗ്യവശാൽ ഭാരതം മുഴുവനും ആ ഗ്രന്ഥത്തെ അവഹേളിക്കാൻ ഉപയോഗിച്ചു. അതേപോലെ ഭഗവത്ഗീതയിലെ നമ്മൾ കർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്, കർമ്മണ്യേവ അധികാരസ്ഥേ. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും അതിനെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നു, കർമ്മം ചെയ്യാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളൂ, അതിൻ്റെ ഫലമെല്ലാം യജമാനന്മാരും ബ്യൂറോക്രാറ്റുകളും ഒക്കെ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട്. എന്ത് തിന്മ നിറഞ്ഞൊരു നിർവചനാണ് അതിനെ കൊടുത്ത് നമ്മൾ ഭാരതത്തെ അധിക്ഷേപിച്ചത്. നിനക്ക് അധികാരം കർമ്മം ചെയ്യാനാണ്, നിനക്ക് കർമ്മബലത്തിൽ അവകാശമില്ലെന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ വ്യാഖ്യാനം മാ ബലേഷു തേ അധികാരാ കഥാചന, കർമ്മബലത്തിൽ അധികാരമില്ല. SSLCക്ക് റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച കുട്ടിക്ക് റാങ്ക് കിട്ടിയില്ലെങ്കിൽ റാങ്ക് കിട്ടിയില്ല, റാങ്ക് എൻ്റെ അധികാരമാണ് എന്ന് പറഞ്ഞ് പോകാൻ സാധിക്കില്ല. നല്ലോണം പഠിച്ചിട്ടുള്ള കുട്ടിയുടെ അവകാശമാണ് റാങ്ക്. ഇത്ര ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്ന വരിയെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു. വേദം ബ്രാഹ്മണർക്ക് മാത്രമുള്ളതാണെന്ന് പറഞ്ഞു. നിർഭാഗ്യവശാൽ വേദം എഴുതിയത് തന്നെ പല വിഭാഗത്തിൽപ്പെട്ടവരാ, ശൂദ്രൻ ഉൾപ്പെടെയുള്ളവരാ. മഹീദാസ ഐതരേയൻ, പിന്നെ കുറെ അധികം ക്ഷത്രിയരാണ് വേദങ്ങൾ എഴുതിയത്. വിശ്വാമിത്ര കുലത്തിൽ ജനിച്ച 210 ഋഷിവര്യന്മാര്, അതിന് ബ്രാഹ്മണരില്ല. വേദമന്ത്രങ്ങളെ 4 പകുത്തത് വേദവ്യാസൻ, മുക്കുവ സ്ത്രീയിൽ ജനിച്ച വ്യക്തിയാണ്. നമ്മുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിനുള്ള പുസ്തകം എഴുതിയത് മഹീദാസ ഐതരേയനാണ്. ഇതര എന്ന് പറഞ്ഞാൽ വേശ്യ, ഐതരേയൻ വേശ്യയിൽ ജനിച്ചവൻ. മഹീദാസ എന്ന് പറഞ്ഞാൽ കുടമുണ്ടാക്കുന്ന പോട്ടർ ഫാമിലിയിൽ പെട്ട ആളാണ്. ആലോചിച്ച് നോക്കാം, നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ ഒന്നും ബ്രാഹ്മണരല്ല എഴുതിയത്. ശ്രീകൃഷ്ണൻ ബ്രാഹ്മണനായിരുന്നില്ല, യാദവനായിരുന്നു, OBC. ശ്രീരാമൻ ബ്രാഹ്മണനായിരുന്നില്ല, ക്ഷത്രിയനായിരുന്നു. വേദവ്യാസൻ ബ്രാഹ്മണനായിരുന്നില്ല, വിവേകാനന്ദൻ ബ്രാഹ്മണനായിരുന്നില്ല, ചിന്മയാനന്ദൻ ബ്രാഹ്മണനായിരുന്നില്ല, മാതാ അമൃതാനന്ദമയി ബ്രാഹ്മണരായ ജന്മമാർക്ക് ജനിച്ച ആളല്ല, സത്യസായിബാബയല്ല. എന്നാലും ബ്രാഹ്മണ മേധാവിത്വം വരേണ്യെന്ന് പറഞ്ഞ് ഇവിടുത്തെ മാർക്സിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരും ആക്രോശിച്ചു. ചെയ്തു കൂട്ടിയ മഹാപാപത്തിന്റെ ആയിരിക്കും ഒരുപക്ഷെ ഇപ്പൊ അനുഭവിക്കുന്നത് എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. നമ്മുടെ ധർമ്മത്തെ ഇത്രയും അധികം അകത്തിരുന്ന് അവഹേളിച്ചവർ ഇവരെല്ലാമാണ്. അതേപോലെ ബ്രാഹ്മണ്യത്തെ അവഹേളിച്ചു. എത്രയോ ബ്രാഹ്മണർ ഒരു ഗതിയുമില്ലാതെ ജീവിക്കുമ്പോൾ വരേണ്യവർഗം എന്ന് പറഞ്ഞ് എന്തൊക്കെയാ ബ്രാഹ്മണരെ അവഹേളിച്ചത്, ഇപ്പോഴും അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ബിഷപ്പുമാരും മെത്രാന്മാരും സുഖലോലുപന്മാരായി പഞ്ചനക്ഷത്ര ഹോട്ടലിനെ വെല്ലുന്ന ബിഷപ്പ് ഹൗസിൽ ജീവിക്കുമ്പോൾ ഒരാൾക്കും കുഴപ്പമില്ല. അതേപോലെ നമ്മൾ ക്ഷേത്രങ്ങളെ അവഹേളിച്ചു. മാർക്സിസ്റ്റുകാരാണ് ഏറ്റവും കൂടുതൽ അത് ചെയ്തത്, കമ്മ്യൂണിസ്റ്റുകാരാണ് അത് ചെയ്തത്. ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതെയാവുന്ന, ഒരു പള്ളി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതെയാവുന്നവർ പറഞ്ഞില്ല. യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ച് ആണിയടിച്ച് ആ കുരിശ് നെഞ്ചത്ത് കൊണ്ട് നടക്കുന്നത് അന്ധവിശ്വാസം അല്ല അവർക്ക്. അവനവൻ പൂജിക്കുന്ന ദൈവപുത്രന്റെ ചോര കുടിക്കുന്നത് അന്ധവിശ്വാസം അല്ല അവർക്ക്. വീഞ്ഞിന്റെ രൂപത്തില് അവനവൻ പൂജിക്കുന്ന ദൈവപുത്രന്റെ ശരീരം ഗോതമ്പുണ്ടയായിട്ട് തിന്നുന്നതും അവർക്ക് അന്ധവിശ്വാസമല്ല.
ചീഞ്ഞളിഞ്ഞ് പുഴുത്തു പോകുന്ന ആ ശരീരത്തെ പെട്ടിക്കകത്താക്കി മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിടുന്നതും അന്ധവിശ്വാസമല്ല. ഒരു ബോധമില്ലാത്ത അച്ഛനമ്മമാര് ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിൻ എന്ന് പറയുന്നതും അന്ധവിശ്വാസമല്ല. അതേപോലെ മൗലവിമാര് കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാ? ഇസ്ലാമിൻ്റെ പേരിൽ 17 കോടി ആടുകളെയാ ദൈവത്തിൻ്റെ പേരിൽ ബക്രീദിനെ സമർപ്പണം ചെയ്തത്. സാത്താനെ കല്ലെറിഞ്ഞാൽ സാത്താൻ പോകുമെന്നുള്ളൊരു ധാരണ. ഭാരതീയ പൈതൃകത്തിൽ നിന്നാ അവിടുത്തെ ഹജ്ജ് എല്ലാം എടുത്തത്. അതില് തിന്മകൾ നിലനിർത്തുകയും നന്മകൾ കളയുകയും ചെയ്തു. അതൊന്നും അന്ധവിശ്വാസമല്ല. എത്ര പെണ്ണിനെ കെട്ടിയാലും തലാക്ക് ചൊല്ലിയാലും കുഴപ്പമില്ല. അതൊന്നും അവർക്ക് അന്ധവിശ്വാസമല്ല. ഒരു പള്ളി നശിച്ചാൽ അല്ലെങ്കിൽ ഒരു മസ്ജിദ് നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയുന്ന മാർക്സിസ്റ്റുകാർ പറഞ്ഞില്ല. അവർ അമ്പലം നശിച്ചാൽ മാത്രമേ പറഞ്ഞുള്ളൂ. സർവതന്ത്ര സ്വതന്ത്രമായി ആർക്കും പോയി ഒരു പുരോഹിതന്റെയും നിർദ്ദേശമില്ലാതെ തൊഴുതു വരാൻ സാധിക്കുന്ന അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതെയാകുമെന്ന് നമ്മൾ പ്രചരിപ്പിച്ചു. കുറെ യുക്തിവാദികൾക്ക് ഭാരതീയമായിട്ടുള്ളതിനെ മാത്രമാണ് അവഹേളിക്കാനുള്ള സമയമുള്ളത്. മറ്റുള്ളതിനൊന്നും അവർ തൊടില്ല. തൊട്ട് കഴിഞ്ഞാൽ വിവരം അറിയും. ഒന്നില്ലെങ്കിൽ കഴുത്തിൻ്റെ മുകളിൽ തല കാണില്ല, അല്ലെങ്കിൽ തലയുടെ ചുവട്ടിൽ ശരീരം കാണില്ല. അത് കാണുന്നത് വൃത്തികേടാണെന്ന് യുക്തിവാദികൾക്കറിയാം. പിന്നെ കുറെ ബുദ്ധിജീവികൾ ഉണ്ടായിരുന്നു. മിക്കവാറും എല്ലാം ഒടുങ്ങി, ഇപ്പൊ ഇല്ല. ആ ബുദ്ധിജീവികൾ ജ്ഞാനപീഠം അവാർഡ് കിട്ടിയവർ ഉൾപ്പെടെ ഈ ധർമ്മത്തെ അവഹേളിക്കാനാണ് ഉപയോഗിച്ചത്, സമയം കണ്ടെത്തിയത്. ഈ ധർമ്മത്തിന്റെ മഹത്വം അവർക്ക് അറിയാമായിരുന്നിട്ടും ഇത് അവഹേളിച്ചു. നമ്മുടെ വേദത്തെയും നമ്മുടെ ഉപനിഷത്തുക്കളെയും അവഹേളിച്ചു. ഇന്ന് വേദം നാസയിലെ കമ്പ്യൂട്ടറുകളിലുണ്ട്. വേദം ഇന്ന് വേൾഡ് ഹെറിറ്റേജിന്റെ ഭാഗമാണ്. വേദമന്ത്രങ്ങൾ അമേരിക്കയിലെ പാർലമെന്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തപ്പോൾ അരമണിക്കൂർ ചൊല്ലിയതാ. 14 പ്രോവിൻസുകളിൽ അമേരിക്കയിൽ വേദമന്ത്രം ചൊല്ലിയിട്ടാണ് പ്രൊവിൻഷ്യൽ അസംബ്ലി കൂടിയിരിക്കുന്നത്. അനവധി ആശുപത്രികളിലെ വേദമന്ത്രം ഇന്ന് കേൾപ്പിക്കുന്നുണ്ട്. മിക്കവാറും കാറുകളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എല്ലാവരോടും ഡോക്ടർമാർ പറയുന്ന വേദമന്ത്രങ്ങൾ കേട്ട് ഡ്രൈവ് ചെയ്യാനാണ്, ബ്ലഡ് പ്രഷർ കൂടാതിരിക്കാൻ. നമ്മുടെ യോഗയെ നമ്മൾ ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞ് അവഹേളിച്ചു. ഇന്ന് യോഗ എല്ലാ സ്ഥലത്തും സ്വീകാര്യമാണ്. 62% അമേരിക്കക്കാര് 40 വയസ്സിന് മുകളിലുള്ളവര് അവർ യോഗ ചെയ്യുന്നുണ്ട്. അത്ര ഗംഭീരമായിട്ടാണ് യോഗ ചെയ്യുന്നത്. ആയുർവേദം എന്ന് പറയുന്നത് പുച്ഛിച്ചതാ. ഇന്ന് മാർക്സിസ്റ്റ് മന്ത്രിമാർക്കെല്ലാം ആയുർവേദ പിടിച്ചില്ല. യുക്തിവാദികൾ പോകുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അവരെന്തായാലും പുറമേ ഒന്നും ചെയ്യില്ല, ഒക്കെ അകത്തേ ചെയ്യുള്ളൂ. ആയുർവേദത്തെ അവഹേളിക്കുന്നു. സംസ്കൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്തിരിപ്പൻ. അറബി പോലും കുഴപ്പമില്ല. വിദേശത്ത് നിന്ന് ഇവിടെ വന്ന അറബി പോലും കുഴപ്പമില്ല. സംസ്കൃതത്തിനോട് എല്ലാവർക്കും പുച്ഛാണ്. അത് മുഴുവനും ഈ ഇടതുപക്ഷക്കാരായിരുന്നു. എന്നിട്ട് സംസ്കൃതം ഏതാണ്ട് ഒരു ലെവലിലെത്തിയപ്പോൾ ഇപ്പൊ സ്കോളർഷിപ്പ് ഒക്കെ കുറേശ്ശെ 252 രൂപ. ഓരോ മുസ്ലിം പെൺകുട്ടികൾക്ക് 5200 രൂപ കൊടുക്കുമ്പോൾ ഹിന്ദുക്കൾക്ക് വേദം പഠിക്കാൻ 252 രൂപ സ്റ്റൈപ്പൻഡാണ്, ഗവൺമെന്റിന്റെ ഫേവർ. ആ സംസ്കൃതത്തെയും യോഗത്തെയും ആയുർവേദത്തെയും തച്ചുശാസ്ത്രത്തെയും നമ്മുടെ വേദത്തെയും നമ്മുടെ ഉപനിഷത്തുക്കളെയും നമ്മുടെ ഭാരതീയ പൈതൃകത്തെയും ഇവിടുത്തെ സ്ത്രൈണ മഹത്വത്തെയും എല്ലാം നമ്മൾ ഡിനിഗ്രേറ്റ് ചെയ്തു. 2 ഇതിഹാസങ്ങൾ രാമായണവും മഹാഭാരതവും എഴുതിയത് തന്നെ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെയാണ്. ഗാന്ധാരിയും കുന്തിയും ദ്രൗപദിയും ഇല്ലെങ്കിൽ മഹാഭാരതം എന്ന ഗ്രന്ഥം ഇല്ല. 3 സ്ത്രീകളാണ് ഒരു ഇതിഹാസ സൃഷ്ടിക്ക് കാരണമായത്. രാമായണത്തിൽ സീതയും മന്ദരയും കൈകേയിയും ഇല്ലെങ്കിൽ രാമായണം എന്ന ഗ്രന്ഥം ഇല്ല. അത്രയ്ക്കും മഹത്വമേറിയ സ്ഥാനം സ്ത്രീകൾക്ക് കൊടുത്തു. അത്രയ്ക്കും മഹത്വമേറിയ സ്ഥാനം നമ്മുടെ പൈതൃകത്തിന് കൊടുത്തു. അതെല്ലാം നശിപ്പിക്കാൻ ഇവിടുത്തെ യുക്തിവാദികളും ഇവിടുത്തെ ബുദ്ധിജീവികളും നെഹ്റു ഉൾപ്പെടെ നെഹ്റുവിൻ്റെ കുടുംബാംഗങ്ങളും പിന്നെ ഇവിടെ ഭരിച്ച എല്ലാവരും, ആരും മോശമില്ല, ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും ഇവിടുത്തെ ബുദ്ധിജീവികളും ഇവിടുത്തെ ജവഹർലാൽ നെഹ്റു JNU പോലെയുള്ള യൂണിവേഴ്സിറ്റിയിലുള്ള പ്രൊഫസർമാർക്ക് ഇന്ത്യയെയും ഇന്ത്യയുടെ പൈതൃകത്തെയും അവഹേളിച്ചാൽ അവര് വളരെ ഹൈ ലെവലിലായി എന്നുള്ളതാണ്. അവഹേളിക്കുന്നവരെ മാത്രമാണ് വിദ്യാഭ്യാസ മന്ത്രിയും അതിൻ്റെ മുകളിലുമാക്കുന്നത്. ഇവിടുത്തെ നിലവിളക്ക് കൊളുത്തുന്നത് ചില മന്ത്രിമാർക്ക് വർജ്യമാണ്. ഭാരതീയ പൈതൃകത്തിൻ്റെ നന്മകളിൽ എന്ത് സ്വീകരിക്കുന്നതും ഭയാനകമായി കാണുന്ന വിഭാഗത്തിനെ പിടിച്ച് അവരുടെ കയ്യിൽ വിദ്യാഭ്യാസം കൊടുത്തു. ആ വിദ്യാഭ്യാസ മന്ത്രാലയം മുഴുവനും ഇന്ന്
ആ മതത്തിലെ ആൾക്കാരെ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ഒരു രാഷ്ട്രത്തെ നിർമ്മിക്കേണ്ട ഏത് വിദ്യാഭ്യാസമാണോ അത് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത മതത്തിന്റെ അന്ധത ബാധിച്ചവരുടെ കയ്യിൽ കൊടുക്കാം. ഒരു രാഷ്ട്രം എങ്ങനെ പോകുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കാം. നമ്മളെ അവഹേളിക്കാൻ പഠിപ്പിച്ചു, നമ്മളെ അപകീർത്തിപ്പെടുത്താൻ നമ്മൾ പഠിപ്പിച്ചു, നമ്മൾ അതും കൊണ്ട് നടക്കുന്നു. ലോകത്തില് ജപ്പാനിൽ സുനാമി വന്നപ്പോൾ സഹായിക്കാൻ പോലും ലോകത്തിലെ ഒരാളാ മുമ്പോട്ട് വന്നത്, മാതാ അമൃതാനന്ദമയി. എല്ലായിടത്തും ഇന്തോനേഷ്യയിലും കുവൈറ്റിലും ഇറാഖിലും ഇറാനിലും അവിടുത്തെ മുസ്ലിങ്ങളെ സഹായിക്കാൻ ലോകത്തിലെ ഒരു മത നേതാവാണ് മുമ്പോട്ട് വന്നത്, ശ്രീ രവിശങ്കർ. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സഹായം എത്തിച്ച ഒരു വ്യക്തിയുണ്ട്, സായിബാബ. അവരെയൊക്കെ നമ്മൾ ആൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞ് അവഹേളിച്ചു. ഈ അമ്പലത്തിന്റെ പ്രോപ്പർട്ടി കയ്യേറി അവിടെ പള്ളി ഉണ്ടാക്കി 10,000-കണക്കിന് ബംഗാളികളെ കൺവെർട്ട് ചെയ്ത മദർ തെരേസ നമുക്ക് ആരാധ്യയാണ്. അവര് പുറത്ത് കാണുന്ന ഭാവമേ അല്ല മദർ തെരേസയുടെ. അത് മാട്ടിൻ തോലിട്ട ചെന്നായിയാണെന്ന് ഞാൻ പറയുമ്പോൾ എനിക്കറിയാം നിങ്ങൾ എന്നെ ഹിഡൻ അജണ്ട ഉള്ളവനാണെന്ന് പറയുന്ന. നേരിട്ട് കണ്ടതാ ഞാൻ. മദർ തെരേസ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണ്. ശരിക്കും അവർ നല്ല കർമ്മം ചെയ്യുന്നുണ്ട്, രോഗികളെയും കുഷ്ഠരോഗികളെയും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകില് ക്രിസ്ത്യാനികളുടെ എണ്ണം കൂട്ടലും മാത്രമാണ്. എത്രയോ പ്രധാനമന്ത്രിമാർ ഇന്ത്യ ഭരിച്ചപ്പോഴും അടൽ ബിഹാരി വാജ്പേയി ഭരിച്ച സമയത്താണ് മദർ തെരേസ കാണാൻ പോയത്. എന്തിനാ അറിയാമോ? തൻ്റെ ഈ ക്രൂക്കറ്റ് ആയിട്ടുള്ള പ്രവർത്തനത്തിന് കേന്ദ്രമന്ത്രി തടയിടരുത് എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. വേറെ ഒരു പ്രധാനമന്ത്രിയും മദർ തെരേസ കാണാൻ പോയിട്ടില്ല. അപ്പൊ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകില് നമ്മുടെ അമൃതാനന്ദമയ്യ ആൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞ് ഇതാക്കി. അവരെന്ത് പ്രശ്ന സമൂഹത്തിന് ചെയ്തിരിക്കുന്നത്? ജോൺ ബ്രിട്ടോ എന്ന് പറഞ്ഞ കൈരളിയുടെ നേതാവ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അമ്മക്ക് ഇത്രയും പൈസ എവിടെന്നാ വരുന്നതെന്ന്. അതിന് അമ്മ കൃത്യ ഉത്തരം കൊടുത്തു, ഉള്ളവരിൽ നിന്ന് മേടിച്ച് ഇല്ലാത്തവർക്ക് കൊടുക്കാനല്ലേ മക്കളെ പറ്റുള്ളൂ എന്ന്. എന്തിനാ ഇത്രയും വലിയ വിദ്യാലയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതെന്ന്. അമ്മയുടെ നിയമപ്രകാരം അല്ല അത് ഉണ്ടാക്കിയത്, CBSE നിയമപ്രകാരവും ഗവൺമെന്റിന്റെ കോളേജ് റെക്കഗ്നിഷൻ കിട്ടാനുള്ള നിയമപ്രകാരവും ഇന്ന കണ്ടീഷൻ വേണമെന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് മക്കളെ അതൊക്കെ ഉണ്ടാക്കുന്നത് പറഞ്ഞു. അമ്മ എന്തിനാ ഡൊണേഷൻ വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചു. ഇത്രയും വലിയ വിദ്യാലയം ഉണ്ടാക്കണമെങ്കിൽ സ്വയം നോട്ടടിക്കാനുള്ള പെർമിഷൻ ഇല്ലല്ലോ, ആരെങ്കിലും തന്നിട്ട് വേണ്ടേ അത് ചെയ്യാൻ. 20,000 പേർക്ക് ഗുജറാത്തിൽ വീട് വെച്ച് കൊടുത്തതും ഏതാണ്ട് 2,000 പേർക്ക് ശ്രീലങ്കയിൽ വീട് വെച്ച് കൊടുത്തതും, അതേപോലെ ഇന്തോനേഷ്യയിലും മലേഷ്യയിലും മുസ്ലിം രാജ്യമാണ്, അവിടെ അത്രയും വീട് വെച്ച് കൊടുത്തതും അമൃതാനന്ദമയ്ക്ക് ഉള്ളവർ കൊടുക്കുന്ന സഹായമാണ്. ആ അമൃതാനന്ദമയ്യെ ആൾ ദൈവം എന്ന് പറഞ്ഞ് അവഹേളിക്കാൻ ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളും സ്ക്രൂ ചെയ്ത് ഹിന്ദുക്കൾ തന്നെയാണ് അത് ചെയ്തത്. ഇന്നും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ പോയാൽ അറിയാം, ഹിന്ദുക്കളെ സ്ക്രൂ ചെയ്ത് മലപ്പുറത്തും കാസർഗോഡും ഉള്ള മുസ്ലിങ്ങളാണ് ഹിന്ദുക്കൾക്കെതിരെ ഹിന്ദുക്കളെ തിരിച്ചുവിടുന്നത്. അവർ പുറകിൽ നിന്ന് സ്ക്രൂ ചെയ്ത് വിടും. അതേപോലെ ക്രിസ്ത്യാനികളിലെ പെന്തക്കോസ്ത് വിഭാഗവും മുസ്ലിങ്ങളുമാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ ഹിന്ദുക്കൾക്കെതിരെ സ്വന്തം നാട്ടുകാർക്കെതിരെ പ്രവർത്തിക്കുന്നത്. അതിനിവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും യുക്തിവാദികളും കോൺഗ്രസ്സുകാരും ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അവർക്കിതൊക്കെ ആവശ്യമാണ്. ഈ നാടിനെ അകത്തുള്ളവർ അപകീർത്തിപ്പെടുത്തണം, അതിൽ നിന്ന് മുതലെടുക്കണം. പണ്ടൊക്കെ പറയാറുണ്ട് ഡിവൈഡ് ആൻഡ് റൂളാണ് ഇവിടുത്തെ ആൾക്കാർ ചെയ്തിരുന്നത്. അതിനോടൊപ്പം അവർ ഒന്നുകൂടി ചെയ്തിരുന്നു, ഇൻസൾട്ട് ആൻഡ് റൂൾ, ക്രിയേറ്റ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആൻഡ് റൂൾ, ഡെനിഗ്രേറ്റ് ആൻഡ് റൂൾ. അങ്ങനെ അപകർഷത ഉണ്ടാക്കുക. ഇപ്പൊ എളുപ്പമാണ്, ഭരിക്കാൻ എളുപ്പമാണ്. എൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണെന്ന് ഇംഗ്ലീഷുകാർക്ക് തോന്നിയ മാതിരി നെഹ്റുവിൻ്റെ കുടുംബത്തിനും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇവിടുത്തെ രാജപദവിയിലിരിക്കുന്ന കോൺഗ്രസ്സുകാർക്കും ഏത് വർഗീയ പാർട്ടിയുമായി ചേർന്ന് ഭരണം നടത്തുന്നവർക്കും അതിനെ ന്യായീകരിക്കാനൊക്കെ വഴിയുണ്ട്. കാരണം സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് ഹു ആർ സിറ്റിംഗ് ഇൻ ദ ചെയർ. കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം മുസ്ലിം ലീഗ് ചത്ത കുതിരയാണ്, ഇതത് ജീവിക്കില്ല എന്ന് പറയുകയും ചെയ്യാം, അതിന് നേരെ വിപരീതം ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെയെല്ലാം കാണുന്നു. നമ്മുടെ രാഷ്ട്രത്തിലെ വേദത്തെ, സംസ്കൃതത്തെ, സ്ത്രൈണ നന്മകളെ, ക്ഷേത്രത്തെ, ആയുർവേദത്തെ, യോഗത്തെ, ഇവിടെയുള്ള ഗ്രന്ഥങ്ങളെ, മനുസ്മൃതിയെ, തച്ചുശാസ്ത്രത്തെ, ജ്യോതിഷത്തെ, ഭാരതീയമായ പൈതൃകത്തിൻ്റെ സമഗ്ര ഭാവത്തെ നമ്മൾ അപകീർത്തിപ്പെടുത്തി. നമ്മളിലൂടെ മറ്റുള്ളവര് അത് ചെയ്തു, നമ്മൾ അത് തന്നെ ശരി എന്ന് പറഞ്ഞ്
10-70-80 കൊല്ലമായിട്ട് ജീവിക്കുന്നു. ഈ തെറ്റായിട്ടുള്ളതെല്ലാം നമ്മുടെ രക്തത്തിൻ്റെ ഭാഗമായി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതുപോലെ നൂറുകണക്കിന് കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ പറയുകയാണെങ്കിൽ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു പുനർവിചിന്തനത്തിന് വിധേയമാവുക. നിങ്ങൾ സ്വയം പഠിച്ച് നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ച് ഹൈന്ദവ ജനതയെ അഭിമാന പുരസ്സരം തല ഉയർത്തി ഞാൻ ഹിന്ദുവാണെന്ന് പറയാൻ പഠിപ്പിക്കാം. എന്നിട്ട് ഏത് സമുദായത്തിൽ നിന്നാണോ ഹൈന്ദവ ജനത മറ്റു മതത്തിലേക്ക് പോയത്, ആ സമുദായത്തിലെ നേതാക്കന്മാരും ആ മറ്റു മതത്തിലേക്ക് പോയവരുടെ കുടുംബാംഗങ്ങളും ഒരുമിച്ച് ചേർന്ന് മറ്റു മതത്തിൽ പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം. ഗോപാലകൃഷ്ണൻ വരാൻ തയ്യാറാണ്. ഒരു ഹിഡൻ അജണ്ടയും എനിക്കില്ല. എനിക്ക് ഒരു അജണ്ട മാത്രമേ ഉള്ളൂ. 10,000 വർഷത്തെ പാരമ്പര്യമുള്ള എൻ്റെ രാഷ്ട്രം, എൻ്റെ ധർമ്മം, ഇത് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, നമ്മൾ ഈ ഭൂമിയിൽ സനാതന ധർമ്മം ഉള്ളിടത്തോളം കാലം നശിക്കാൻ അനുവദിക്കരുത്. 122 രാജ്യങ്ങളിലെ ദേശീയ മതം ക്രിസ്തുമതമാണ്. 69 രാജ്യങ്ങളിലെ ദേശീയ മതം ഇസ്ലാം മതമാണ്. ലോകത്തിൽ ഒരു രാജ്യത്തിലും ഹിന്ദു ധർമ്മം ദേശീയ മതമല്ല. യെച്ചൂരി എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണ് നേപ്പാളിൽ ചെന്ന് അവിടെ ഹിന്ദു രാഷ്ട്രം എന്ന പദവി കളഞ്ഞ് മാവോ രാഷ്ട്രമാക്കി തിരിച്ചു വന്നത്. അറിയണം സത്യം നിങ്ങൾ. ഈ ഹൈന്ദവ ജനതയുടെ ആധാര രാഷ്ട്രം ഭാരതമാണ്. ലോകത്തിലെ 100 കോടി ഹിന്ദുക്കൾക്ക് എന്ത് സംഭവിച്ചാലും ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഒരു പ്രശ്നമില്ല. ഭാരതീയരായ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ലോകത്തിൽ എന്ത് സംഭവിച്ചാലും ഇവിടുത്തെ മന്ത്രിമാരും ഇവിടുത്തെ സെക്രട്ടറിമാരും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും ഇളകും. കാരണം ഹൈന്ദവ ജനതയ്ക്ക് അവനവൻ്റെ പൈതൃകത്തിൽ അഭിമാനമില്ലാത്തതാണ്. അങ്ങനെ ഒരു നെഗറ്റീവ് വരി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കണില്ല. നമ്മുടെ വേദത്തോടും നമ്മുടെ ജ്യോതിഷത്തോടും നമ്മുടെ തച്ചുശാസ്ത്രത്തോടും നമ്മുടെ സംസ്കൃതത്തോടും നമ്മുടെ ആയുർവേദത്തോടും നമ്മുടേതായിട്ടുള്ള നന്മ നിറഞ്ഞ ആചാര വിചാര വിശ്വാസ സങ്കല്പങ്ങളോടും ഗ്രന്ഥങ്ങളോടും വീക്ഷണങ്ങളോടും ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ പഠിച്ച് നന്മ നിറഞ്ഞൊരു വീക്ഷണം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.